അമേരിക്കാസിൻ്റെ ഷെക്കീന ടി വിയുടെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തേത് ഹെബ്രായർക്കുള്ള ലേഖനം, അതിൽ വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ. രണ്ടാമത് ആത്മീയമായും ഭൗതികമായും ചില കരുതലുകളെക്കുറിച്ചും ഒരുക്കത്തെക്കുറിച്ചും ചില ബോധ്യങ്ങൾ പങ്കുവയ്ക്കുന്നു. മൂന്നാമത് ദൈവപരിപാലന. ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന ഈ പ്രോഗ്രാമിന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ദൈവപരിപാലനയെക്കുറിച്ച് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഹെബ്രായർക്കുള്ള ലേഖനം, പ്രത്യേകിച്ചും 11-ാം അധ്യായം, ഒരുപക്ഷെ വിശ്വാസത്തെക്കുറിച്ച് ഏറ്റവും അധികം പ്രതിപാദിക്കുന്ന ഒരു അധ്യായമാണ്. വിശ്വാസം എന്ന പദം ഏറ്റവും അധികമായിട്ട് കടന്നു വരുന്ന ബൈബിളിലെ ഒരു അധ്യായമായിട്ട് കരുതാവുന്നതാണ്. 11-ാം അധ്യായത്തിൽ നമ്മെ ഏറെ സ്പർശിക്കുന്ന മനോഹരമായ ഒരു വാക്യമുണ്ട്. 11-ാം അധ്യായം 26-ാം വാക്യം: ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി, തനിക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി ഉറപ്പിച്ചത്. ഇത് മോശയെ സംബന്ധിച്ച്, പ്രവാചകനായ മോശയെ സംബന്ധിച്ച് ക്രിസ്തുവിനെ ദർശിച്ചുകൊണ്ട് പുറപ്പാടിന് പുറപ്പെട്ട അപ്പോഴവിടെ വിശ്വാസം കാത്തതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ് ശ്ലീഹ ലേഖനകർത്താവ് നമുക്ക് 11-ാം അധ്യായത്തിൽ വിവരിച്ചു തരുന്നു. ഹെബ്രായർ 11-ാം അധ്യായം 27-ാം വാക്യം: രാജകോപം ഭയപ്പെടാതെ വിശ്വാസത്താൽ അവൻ ഈജിപ്റ്റ് വിട്ടു, അദൃശ്യനായവനെ ദർശിച്ചാലെന്ന പോലെ അവൻ സഹിച്ചു നിന്നു. വിശ്വാസത്താൽ അവൻ പെസഹ ആചരിച്ചു. വിശ്വാസത്താൽ അവർ വരണ്ട ഭൂമിയിലൂടെ എന്ന വിധം ചെങ്കടൽ കടന്നു. വിശ്വാസത്തോടെ ഇസ്രായേൽ ജനം ജെറിക്കോയുടെ കോട്ടകൾക്ക് 7 ദിവസം വലത്ത് വച്ചപ്പോൾ അവ ഇടിഞ്ഞു വീണു. നമ്മൾ കൈമാറ്റപ്പെട്ട് വരുന്ന ഒരു സഹോദര സ്ഥാനത്തെക്കുറിച്ച് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. പഴയ നിയമത്തിൽ നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായം 18-ാം വാക്യം: അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെപ്പോലുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും. എൻ്റെ വാക്കുകൾ ഞാൻ അവൻ്റെ നാവിൽ നിക്ഷേപിക്കും. ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും. പുതിയ നിയമത്തിൽ ഹെബ്രായർ 2:11 വചനം: വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവരും ഉത്ഭവിക്കുന്നത് ഒരുവനിൽ നിന്ന് തന്നെ. അപ്പോൾ ഈ സഹോദര സ്ഥാനം പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നമ്മിൽ വന്ന് നിൽക്കുകയാണ്. ഫെബ്രുവരി 11, 30, 39 മുതൽ 40 വരെയുള്ള ഭാഗം: വിശ്വാസം മൂലം ഇവരെല്ലാം അംഗീകാരം പ്രാപിച്ചെങ്കിലും വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല. കാരണം നമ്മെ കൂടാതെ അവർ പരിപൂർണരാക്കപ്പെടരുത് എന്ന് കണ്ട് ദൈവം നമുക്ക് കുറെ കൂടി ശ്രേഷ്ഠമായവ നേരത്തെ കണ്ടുവച്ചിരുന്നു. മോശ പ്രവാചകനെക്കുറിച്ച് പൗലോസ് ശ്ലീഹ വിവരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ അബ്രാഹത്തെക്കുറിച്ച്, പൂർവ്വപിതാവായ അബ്രാഹത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അവിടെ ഉറപ്പും ബോധ്യവും, വിശ്വാസത്തിൻ്റെ 2 ഘടകങ്ങൾ, അത് ഒന്ന് ഉറപ്പും അടുത്തത് ബോധ്യവുമാണ്. നമുക്ക് ഏറെ സുപരിചിതമായ ഒരു വചനമുള്ളത് ഹെബ്രായർ 11:1: വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്.
പഴയ നിയമത്തിൽ പൂർവ്വപിതാവായ അബ്രാഹാം 11:10 നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനം ഉറപ്പിച്ചതും ആയ ഒരു നഗരത്തെ അവൻ പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ അവർ ഭൂമിയിൽ അന്യരും പരദേശികളുമായി ജീവിച്ചു. അവർക്ക് ദൈവം വാഗ്ദാനം ചെയ്യപ്പെട്ട മനോഹരമായ ഒരു ദേശം മുമ്പിലുണ്ടായിരുന്നു. പ്രത്യാശയും ബോധ്യവും അവരെ നയിച്ചു. 11:16 നമ്മൾ വായിക്കുന്നത്, ഇപ്പോഴാകട്ടെ അവർ അതിനേക്കാൾ ശ്രേഷ്ഠവും സ്വർഗീയവുമായതിനെ ലക്ഷ്യം വയ്ക്കുന്നു. അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുന്നതിൽ ദൈവം ലജ്ജിക്കുന്നില്ല. അവർക്കായി അവിടുന്ന് ഒരു നഗരം തയ്യാറാക്കിയിട്ടുമുണ്ടല്ലോ. വീണ്ടും ഈ നഗരത്തിൻ്റെ പൂർണ്ണത നമ്മൾ ദർശിക്കുന്നത് വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിലാണ്. വെളിപാട് പുസ്തകം 21-ാം അധ്യായം 10-ാം വചനം, അനന്തരം അവൻ ഉയരമുള്ള ഒരു വലിയ ഒരു മലയിലേക്ക് ആത്മാവിൽ എന്നെ കൊണ്ടുപോയി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജെറുസലേമിനെ എനിക്ക് കാണിച്ചു തന്നു. ഇപ്പോഴേ 21-ാം അധ്യായം മൊത്തമായിട്ടും ഈ നഗരത്തിൻ്റെ വിശേഷണങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. 21-ാം അധ്യായം 14-ാം വാക്യം കൂടി വായിക്കാം. നഗരത്തിൻ്റെ മതിലിന് 12 അടിസ്ഥാനങ്ങളുണ്ടായിരുന്നു. അവയിൽ മേൽ കുഞ്ഞാടിൻ്റെ 12 അപ്പോസ്തലന്മാരുടെ പേരുകളും. വീണ്ടും പഴയ നിയമത്തിൽ നോഹയുടെ പട്ടണത്തെക്കുറിച്ച് പറയുമ്പോഴും അതും ഒരു ചെറു പട്ടണമായിരുന്നു. എബ്രായർ 11:7 നമ്മൾ വായിക്കുന്നു, വിശ്വാസം മൂലമാണ് നോഹ അന്ന് വരെ കാണപ്പെടാതിരുന്നവയെപ്പറ്റി ദൈവം മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ തൻ്റെ വീട്ടുകാരുടെ രക്ഷയ്ക്കായി ഭയഭക്തിയോടെ പെട്ടകം നിർമ്മിച്ചത്. ഇതുമൂലം അവൻ ലോകത്തെ കുറ്റം വിധിക്കുകയും വിശ്വാസത്തിൽ നിന്ന് ഉളവാകുന്ന നീതിയുടെ അവകാശിയാവുകയും ചെയ്തു. വീണ്ടും പട്ടണം, നഗരം. സെഫാനിയയുടെ പുസ്തകത്തിൽ നിന്നുള്ള പഴയ നിയമത്തിൽ 2 വചനം കൂടി വായിക്കാം. 3-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. ജെറുസലേമിന് ശിക്ഷ. ധിക്കാരിയും മലിനയും മർദ്ദകയുമായ നഗരത്തിന് ദുരിതം. അവൾ ആര് പറഞ്ഞാലും കേൾക്കുകയില്ല. അവൾ ശിക്ഷണത്തിന് വഴങ്ങുന്നില്ല. അവൾ കർത്താവിൽ ആശ്രയിക്കുന്നില്ല. തൻ്റെ ദൈവത്തിങ്കിലേക്ക് അവൾ തിരിയുന്നുമില്ല. 3-ാം അധ്യായം 12-ാം വാക്യം, ഞാൻ നിന്റെ മധ്യത്തിൽ വിനയവും എളിമയുമുള്ള ഒരു ജനത്തെ അവശേഷിപ്പിക്കും. അവർ കർത്താവിൻ്റെ നാമത്തിൽ അഭയം പ്രാപിക്കും. ഈ അവശേഷിക്കുന്ന ജനം പട്ടണമാണ്, നഗരമാണ്, പുതിയ ജെറുസലേമാണ്. ഇനിയും രണ്ടാമത് നമ്മൾ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഒരുക്കത്തെക്കുറിച്ച് ചിന്തിക്കാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ആത്മീയമായി നമ്മൾ ഒരുങ്ങുന്നുണ്ട്. ക്രിസ്തുവിന് സ്വീകാര്യരായി കാണപ്പെടുവാൻ കർത്താവ് നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ നമ്മെ തന്നെ കാണുവാൻ ഇപ്പോഴേ സാധിക്കുന്നതിലാണ് നമ്മുടെ പരിശ്രമവും വിജയവും. എങ്കിലും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയിലുള്ള ജീവിതം. പ്രാർത്ഥനയുടെ ജീവിതം അത് പ്രാർത്ഥനയിലുള്ള ഒരു ജീവിതമായിട്ട് മാറ്റപ്പെടുന്നതിന് എന്ത് പ്രാർത്ഥിക്കുന്നുവോ അതിൽ ജീവിക്കുവാനുള്ള ഒരു കൃപ. നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള പ്രാർത്ഥനയാണ് കരുണയുടെ പ്രാർത്ഥന. നമുക്ക് ദൈവത്തിൻ്റെ വലിയ മനസ്സാൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിനുള്ള വിളിയും അവസരവുമുണ്ട്. ഈ വിശുദ്ധ കുർബാന നമ്മുടെ ജീവിത സാഹചര്യത്തിലേക്ക് വന്നു ചേരുന്നതാണ് കരുണയുടെ ജപമാല. അത് നമുക്കും സകല ജനങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയുള്ള പ്രാർത്ഥന കൂടിയാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പലവിധ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അത് ഒരുപക്ഷെ രോഗങ്ങളാകാം, സഹനങ്ങളാകാം, ദാരിദ്ര്യമാകാം, സമ്പന്നതയാകാം, നീതി നിഷേധിക്കപ്പെട്ട സാഹചര്യങ്ങളാകാം,
നമ്മുടെ തന്നെ വീഴ്ചകളും ആയതിൻ്റെ നഷ്ടങ്ങളുമാകാം, പ്രിയപ്പെട്ടവരുടെ വേർപാടുകളാകാം. ഇവിടെയെല്ലാം അതിൻ്റെ ചിന്തകളിലും നഷ്ടങ്ങളിലും പെട്ടുപോകാതെ അവിടെ കിടന്നാലും നമുക്കതിന് ഒരു പരിഹാരം കിട്ടുന്നില്ല. എന്നാൽ ഈശോ നേടിയ ഒരു രക്ഷയുണ്ട്. അവിടുന്ന് കുരിശിൽ ഇത് ഏറ്റെടുത്തവനാണ്. ആയതുകൊണ്ട് അവിടുന്ന് ആശ്രയിച്ച് ആ പീഡാസഹനങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് ഈ കരുണയുടെ ജപമാല ചൊല്ലിയാൽ, ധ്യാനാത്മകമായിട്ട് ചൊല്ലിയാൽ, അത് ഉരുവിട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരു ശാന്തതയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. ഉചിതമായ തീരുമാനങ്ങൾ നമുക്കായി വന്നു ചേരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുകയും ചെയ്യും. ഇത് ഒരു ദിവസത്തെ കാര്യമല്ല, നമ്മുടെ ജീവിതകാലം അത്രയും പ്രാവർത്തികമാക്കുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇത്തരണത്തിൽ ജപമാല പ്രാർത്ഥനയും ഏറ്റവും ശ്രേഷ്ഠവും അനുഗ്രഹപ്രദവുമാണ്. അവിടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് യേശുവിൻ്റെ ജീവിതമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അപ്പോൾ ഈശോയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലും പ്രതിഫലിക്കപ്പെടുകയും ചെയ്യും. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നിജ്വാലയെക്കുറിച്ച് നമുക്ക് കൂടുതൽ വെളിപ്പെടുത്തലുണ്ട്. നമുക്കറിയാം, ഈശോയുടെ തിരുഹൃദയവും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയവും തീജ്വാലകളാൽ ചുറ്റപ്പെട്ട് കാണപ്പെടുന്നു എന്നുള്ളത്. പഴയ നിയമത്തിൽ ഹൊറേബ് മലയിൽ ന്യായപ്രമാണങ്ങൾ നൽകുമ്പോൾ മല കത്തിജ്വലിച്ചു കൊണ്ടിരുന്നു. പുതിയ നിയമത്തിൽ പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ എഴുന്നള്ളി വന്നു. ഈ തീജ്വാല നമുക്ക് ശാന്തമായ ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒരു സ്നേഹജാല ഉയർത്തുന്നതിന്, ഒരുപക്ഷെ നമുക്ക് ഒരു സ്നേഹജ്വാല ഉയർത്താൻ സാധിച്ചില്ലെങ്കിലും ഒരു സ്പാർക്ക്, ഒരു അഗ്നിസ്ഫുലിംഗം ഉയർത്തുവാൻ നമുക്ക് സാധിക്കും. നമുക്ക് എതിരായി വരുന്ന കാര്യങ്ങളിൽ നീതിയും കരുണയും ലഭിക്കാത്തിടത്ത് വിദ്വേഷത്തിലും വെറുപ്പിലുമായി ആത്മനിയന്ത്രണം ഇല്ലാതെ വരുമ്പോൾ സ്നേഹത്തിൻ്റെ ഒരു സ്പാർക്ക് ഉയർത്തിയാൽ, അതിന് സാധിച്ചാൽ അത് നമുക്ക് വിജയമാകും. അങ്ങനെ ഈശോയുടെ സ്നേഹം, ഈശോയോടുള്ള സ്നേഹം, അവരിനോടുള്ള സ്നേഹം ഒരു സ്പാർക്കായിട്ടെങ്കിലും ഉയർത്തുവാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലെ സ്നേഹാഗ്നിജ്വാലയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇനിയും ഒരുക്കത്തിലെ ഭൗതികമായിട്ടുള്ള ഒരുക്കത്തിൻ്റെ ഒരു മേഖല നമുക്കറിയാം. നമ്മൾ യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. പ്രകൃതി ദുരന്തങ്ങളുണ്ട്. അപ്പോൾ ഈ വിധത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പഴയ നിയമത്തിൽ പൂർവ്വപിതാവായ ജോസഫ് ഫറവോയ്ക്ക് ഒരു സ്വപ്ന വ്യാഖ്യാനം നൽകുമ്പോൾ വരുവാനിരിക്കുന്ന ക്ഷാമത്തെക്കുറിച്ചും ഒരു കരുതലിനെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. ഇത്തരണത്തിൽ ഈ കാലഘട്ടത്തിലും പഴയ നിയമത്തിൽ ഒരു കാര്യം പറഞ്ഞു വച്ചിരിക്കുന്നത് പുതിയ നിയമത്തിലും നമുക്ക് പ്രയോജനപ്പെടുന്നതിനും വായിക്കുന്നതിനും പ്രയോജനപ്പെടുന്നതിനും വേണ്ടിയാണ്. ഇത്തരണത്തിൽ ഈ കാലഘട്ടത്തിൽ ഭൗതികമായിട്ടുള്ള ഒരു എമർജൻസി കിറ്റിനെ കുറിച്ച് കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് നമ്മുടെ നിത്യേന ഉപയോഗമുള്ള ഭക്ഷണ സാധനങ്ങൾ ഒരു എമർജൻസി കിറ്റ് പോലെ ഒരു ധാന്യശേഖരം, നമുക്ക് പഴയതുപോലെ വലിയ ധാന്യശേഖരണം നടത്താൻ സാഹചര്യങ്ങളില്ല. എങ്കിലും അധികമായിട്ട് ഒരു 10 കിലോ അരി അല്ലെങ്കിൽ 20 കിലോ അരി, അതിന് ചേരുന്ന രീതിയിലുള്ള പയറുവർഗ്ഗങ്ങൾ, ഇങ്ങനെ കേട് വരാത്ത രീതിയിലുള്ള ഒരു ഭക്ഷണ ശേഖരം, ധാന്യശേഖരം ഒരു ചെറിയ കിറ്റായിട്ടെങ്കിലും നമ്മുടെ ഓരോ ഭവനത്തിലും അധികമായിട്ടുണ്ടെങ്കിൽ, അത് അങ്ങനെ കരുതുന്ന ഒരു 10 പേരുണ്ടെങ്കിൽ
അതൊരു നല്ലൊരു ശേഖരമായിട്ട് വരും. അപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നു ചേരുമ്പോൾ അവിടെ അവർ അല്ലെങ്കിൽ നമ്മൾ അവിടെ അത് അവർ സഹായിക്കുമെന്ന് കരുതാതെ നമ്മുടേത് തന്നെയായ ഒരു കരുതൽ, ഒരു ചെറിയ കരുതൽ ഏറ്റവും നല്ലതാണ്. സമ്പന്നതയിൽ കഴിയുന്നവർക്ക് ഇത് ആവശ്യമില്ലെന്ന് തോന്നാം. ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്ക് ഇതൊരു അധിക ഭാരവുമായിട്ട് വന്നെന്ന് വരാം. എങ്കിലും ഒരു എമർജൻസി കിറ്റ് ഓരോ ഭവനത്തിലും. മൂന്നാമത് ദൈവപരിപാലനയെക്കുറിച്ച്. ഈ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന ഈ പ്രോഗ്രാം ഇതിനോടകം 50 എപ്പിസോഡുകൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ പ്രക്ഷേപണം ഡിസംബർ 12, 2024 ഗോഡൽ മാതാവിൻ്റെ ഫീസ്റ്റ് ദിനത്തിലാണ് ആരംഭിച്ചത്. പരിശുദ്ധ അമ്മയുടെ ബലിഹൃദയത്തിന് പ്രോഗ്രാമിൽ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ സംരക്ഷണത്തിനും. ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന നാമം ഞങ്ങളെടുത്തത് വിശ്വാസ പ്രമാണത്തിൽ നിന്ന് തന്നെയാണ്. നിക്കിയ സുനഹദോസിൻ്റെ 1700-ാം വാർഷികം ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുകയാണ്. മുംബൈ പറക്കുന്ന ഒരു പക്ഷി പോലെ സ്വർഗം നമുക്ക് ഈ പ്രോഗ്രാം തന്നു. ഇത് 100 ടോക്കായിട്ട് 1000 ടോക്കായിട്ട് മുമ്പോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാങ്കേതികമായിട്ട് ഏറ്റവും വലിയ മികച്ചത് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. എങ്കിലും ഇതിൻ്റെ ആദ്യത്തെ ടോക്കിൽ ബഹുമാനപ്പെട്ട ഫാദർ ജോസ് പാണിയച്ചൻ ആശംസിച്ച് പ്രാർത്ഥിച്ചതുപോലെ വിശ്വാസത്തിൻ്റെ സകല മേഖലകളും ഇവിടെ ആവരണം ചെയ്യപ്പെടുകയാണ്. 3 അഭിമന്യ പിതാക്കന്മാർ ഇതിൽ പങ്കെടുത്ത് സന്ദേശങ്ങൾ തരികയുണ്ടായി. ബഹുമാനപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സും ഇതിൽ പങ്കെടുത്ത് ഷെയറിങ് നൽകുന്നുണ്ട്. ബ്രദർ സന്തോഷ് കരുമത്ര ഇവിടം സന്ദർശിച്ചപ്പോൾ പങ്കെടുത്ത് ടോക്കുകൾ നൽകുകയുണ്ടായി. നമുക്ക് അടുത്ത് ലഭ്യമായിട്ടുള്ള സഹോദരന്മാർ വിശ്വാസ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. യൂത്ത് തലത്തിലും നമുക്ക് ടോക്കുകൾ ഉണ്ട്. ഇത് ന്യൂയോർക്കിൽ ആരംഭിച്ച് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് കൂടി പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിഗീനയുടെ വിവിധ സ്റ്റുഡിയോകൾ ഇതിന് വേണ്ടി പ്രയോജനപ്പെടുത്താവുന്നതുമാണ്. ഇതിനോടകം വന്നിട്ടുള്ള എല്ലാ ടോക്കുകളും യൂട്യൂബിൽ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. അവിടെ പ്രത്യേകിച്ചും അഭിമന്യ പിതാക്കന്മാരുടെ ടോക്കുകൾ, വൈദികരുടെ ടോക്കുകൾ, സമർപ്പിതരുടെ ടോക്കുകൾ ശ്രവിക്കാൻ പ്രത്യേകം ശ്രമിക്കുമല്ലോ. ഇനി ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇപ്പോൾ ഇവിടെ ന്യൂയോർക്കിൽ വിൻ്ററാണ്. മഴയും മഞ്ഞും മാറി മാറി വരും. നല്ല കാലാവസ്ഥ, നല്ല തണുത്തിട്ടാണ്. കഴിഞ്ഞ ദിവസം ജോലിക്ക് പോകുമ്പോൾ ഹൈവേ എടുത്തിട്ട് സർവീസ് റോഡിലോട്ട് കയറുമ്പോൾ ലൈറ്റ് പോളിൽ നല്ല മഴയത്ത് കുറേ പക്ഷികൾ വന്ന് ചേർന്നിരിക്കുന്നതായിട്ട് കണ്ടു. അവർ ഈ പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്യാൻ വേണ്ടി ചൂടും വെട്ടവും കിട്ടാൻ വേണ്ടി ചേർന്നിരിക്കുകയാണ്. പ്രാവിൻ കൂട്ടങ്ങൾ. അവർക്കൊരിക്കലും ഈ മഴയും മഞ്ഞും വേണ്ട എന്ന് വയ്ക്കാൻ പറ്റില്ല. മറിച്ച് ഒരു വേനലിന് വേണ്ടി അവ കാതോർത്തിരിക്കുകയാണ്. നമുക്കും നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ ഒരു നീതി സൂര്യൻ ഉദിക്കുമെന്നും അങ്ങനെ നിത്യതയുടെ തീരങ്ങളിൽ നാം ചെന്നെത്തുമെന്നും പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഈശോയെ നന്ദി, മാതാവെ നന്ദി.